ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് തപർണ. അപ്പോൾ സ്കിന്നൊക്കെ വല്ലാതെ ഡള്ളായി ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ഫേസ് മാസ്ക് ആയാലോ? അത് നമ്മുടെ ദീപിക പത്കൊന്റെ വൈറലായിട്ടുള്ള ഫേസ് മാസ്ക്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ, ഒരു ഇത്ര അളവില് നമുക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. കടലമാവ് ആഡ് ചെയ്യുന്നത് ഇതേ സ്പൂണിൽ തന്നെ ഞാൻ മസൂർ ദാൽ, അതായത് നമ്മൾ ചുമന്ന പരിപ്പില്ലേ, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യും. ചുമന്ന പരിപ്പ് അതും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് അലോവേര ജെല്ലാണ്. സോ ഞാനിവിടെ എടുക്കുന്ന അലോവേര ജെല്ല് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ്യുവർ ആയിട്ടുള്ള അലോവേരയാണ്. അപ്പൊ അത് കുറച്ച് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എടുക്കുന്നത് തൈരാണ്. ഞാൻ ഏകദേശം ആവശ്യമുള്ള തൈരിലും ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയതിനു ശേഷം ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിലും നെക്കിലുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനെന്റെ പൊട്ട് റിമൂവ് ചെയ്തു. നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. ഫേസ് അപ്ലൈ ചെയ്ത് നമുക്ക് നെക്കിലും അപ്ലൈ ചെയ്യാം. അപ്പൊ നെക്കിലും അപ്ലൈ ചെയ്തു. ഇനി നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വിടാം. ഒരു 10 to 15 മിനിറ്റ്സ് മതിയാവും. ഫുള്ളി ഡ്രൈ ആവാനായിട്ട് നിൽക്കണ്ട. ഒരു 10 to 15 മിനിറ്റ്സ് വെച്ച് ഏകദേശം ഒരു 70% ഡ്രൈ ആവുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം. സോ നമുക്കിനി ഇത് ഡ്രൈ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാക്ക് ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 20 മിനിറ്റ്സ് കൂടുതൽ ഈ പാക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ 20 മിനിറ്റ്സ് ഏത് പാക്കായാലും 20 മിനിറ്റ്സ് കൂടുതൽ നമ്മൾ സ്കിന്നിൽ ഇട്ടേക്കാൻ പാടില്ല. നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു 70-80% ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് വാഷ് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു അല്പം വെള്ളം എടുത്തിട്ട് ഫേസ് മൊത്തത്തിലൊന്ന് ഡാബ് ചെയ്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മസാജിങ് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് മസാജ് ചെയ്യുന്നതായിട്ട് തോന്നും. വീഡിയോയുടെ സ്പീഡ് കൂടി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് മസാജ് ചെയ്യേണ്ടത്. ഇതുവഴി നമ്മളൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് ആയിട്ടുള്ള കോശങ്ങളൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് വൈപ്പ് ചെയ്യാണ്. ഓ, നിങ്ങൾക്ക് കാണാലോ അല്ലേ, നമുക്ക് സ്കിൻ എന്ത് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. സ്കിൻ നോക്ക്. അപ്പൊ നമുക്കിത് മൊത്തം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പൊ ഞാൻ ഫേസ് ഫുൾ വാഷ് ചെയ്ത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ അന്തമിട്ടേക്കാണ്. നോക്ക്, സ്കിന്ന് നോക്കിയേ. നമ്മുടെ ഫേസിൽ ആ ടാനൊക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയി നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഒക്കെ വന്നല്ലേ നമ്മുടെ സ്കിന്നിന്. നമ്മുടെ വെറുതെ അല്ല കേട്ടോ ഈ ഫേസ് പാക്ക് ഇത്രയും വൈറലായത്. ഇതൊരു അടിപൊളി ഫേസ് പാക്ക് ആണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Bye.